ചേട്ടനെ എനിക്ക് വിശ്വാസമാണ്. ആ ചേട്ടനാണെങ്കിൽ ഇപ്പൊ കമ്മല് കണ്ടിരുന്നെങ്കിൽ അമ്മോ മമ്മി 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 വരുന്നു. നീ എന്താ ഇവിടെ? നീ അവിടെ പോയിരുവാ താനേ? ഞാൻ എവിടെ പോയി തക്ക വെച്ച് ഇറങ്ങി പറ. ഇതിന്റെ ബാഗൊക്കെ എനിക്ക് മണിയന്റെ ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല മമ്മി. ഏത് മണിയുണ്ട്? എന്റെ മണിച്ചേട്ടൻ. നമ്മൾ സ്നേഹിച്ച് വളർത്തുന്ന നമ്മുടെ സ്വന്തം മക്കൾ അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ജീവൻ തിരഞ്ഞെടുക്കുന്നു. അതെ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ കണ്ടെത്തുകയോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടെത്തുകയോ സ്വയം തീരുമാനിക്കും. അതിനെ വളർത്തിയ നമ്മുടെ കാര്യം വെറും ഗോവിന്ദ. അപ്പോൾ അതിനെ നമുക്ക് ഒരു പെണ്ണിന് വേണ്ടിയിട്ട് കല്യാണത്തിനുള്ള ആഭരണങ്ങളും അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് വച്ച ഉരുപ്പടി അടക്കം അടിച്ചുകൊണ്ട് പോയാലോ? കാണാം. ഇവിടെ ഇങ്ങോട്ട് ചേർത്തോ. പോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോട്ട്. അവിടെ ചവിട്ട്. ഇവിടെ വരാന്നാണ് പറഞ്ഞിരുന്നേ. ഇവിടെ സമയത്തരായി ഇത്രയും നേരം എത്തിയില്ലേ? വിളിച്ചു നോക്കാന്ന് വെച്ചല്ലേ ഇവിടെ വരാമെന്ന് പറഞ്ഞു. അവൻ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ കറക്റ്റ് എത്താന്ന് പറഞ്ഞിട്ട് ഇതുവരെ കാണാനില്ല. എൻ്റെ സംഭവം ഞാൻ കറക്റ്റ് ഒരു ഓട്ടോ എന്ന് വെച്ചല്ലേ, സത്യം പറഞ്ഞാൽ കോവളത്തല്ല പോകേണ്ടത്. കോവളത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. എൻ്റെ കുഞ്ഞമ്മേരെ മോഹം ഒരാളുണ്ട്. അവൻ്റെ പേരും മണിയണ്ടനെന്ന് തന്നെ. അവനാണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് പ്രേമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കും പോകണില്ല, കൂലിക്കും പോകണില്ല. ഒരു ജനിച്ചിതുവരെ ജോലിക്ക് പോയി ഞാൻ കണ്ടിട്ടില്ല. അവന് കുടുംബം നോക്കണമല്ല, ഒരു പെണ്ണുമായിട്ട് പ്രേമം എന്ന് പറഞ്ഞ് ആ പെണ്ണുമായിട്ട് ഇപ്പോൾ ഒളിച്ചോടണമെന്ന് പറഞ്ഞ് നിൽക്കുന്നു. ആ പെണ്ണിന് ഈ മാസം അല്ല, ഇനി ഒരു മാസം എന്തേ ഉള്ളൂ. അടുത്ത മാസം ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു കല്യാണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു ഇവൻ്റെ കൂടെ ഒളിച്ചോടി പോകണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഭയങ്കര പ്രശ്നം. ഒളിച്ചോടി എവിടെ പോകുന്ന അവനെ അറിഞ്ഞുകൂടാ. ഇപ്പം എൻ്റെ അടുത്ത് രാവിലെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ തമ്പാനൂര് കൊണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് പറ്റൂല, ഇനി വേറെ ഓട്ടോ ഉണ്ട്. കാര്യം വെച്ചാൽ ഇവർ എങ്ങോട്ട് പോകും, അവൻ്റെ കയ്യിൽ 10 പൈസ ഇല്ല. 10 പൈസ അവൻ്റെ കയ്യിൽ എടുക്കാനില്ല. അപ്പോൾ ഇവർ എവിടെ പോകുമെന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ്, ചേട്ടാ വിളിച്ചുകൊണ്ട് തമ്പാനൂരാക്കി കൊടുത്താൽ മതി, അവിടെ നിന്ന് അവർ പൊയ്ക്കോളാം. ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് അവിടെ കൊണ്ടാക്കിയിട്ട് എവിടെ പോകും? തമ്പാനൂർ ക്യാമറ ആണോ? പറ്റൂല്ലേ? നിനക്കറിയാമോ? പിന്നെ ഇവരെ ഇപ്പൊ എവിടെ കൊണ്ടാക്കാൻ പറ്റും? കൊച്ചുവള്ളിയിൽ കുഴപ്പമില്ല. ഇവന്റെ കാര്യം ഒന്നും പറയാൻ എന്ത് വിശ്വസിച്ച് നീ ആലോചിച്ച് നോക്കൂ. ഒരു ജോലിക്കും പോകില്ല, കൂലിക്കും പോകാത്തവന് എങ്ങനെ ഈ പെണ്ണിനെ കൊണ്ട് പോകും? ആ പെണ്ണിനാണെങ്കിൽ 1 മാസമേ ഉള്ളൂ ഇനി കല്യാണത്തിന് 1 മാസമേ ഉള്ളൂ. വീട്ടുകാർക്ക് അറിയാമോ എന്തോ അതൊന്നും അറിഞ്ഞുകൂടാ. ഇവൻ അല്ലെങ്കിൽ നേരത്തെ വിളിച്ചോണ്ട് പോയിക്കൂടെ, കെട്ടാൻ പോണോ? ആ ശരി, ഇഷ്ടമുണ്ട്, ഓക്കെ, നേരത്തെ വിളിച്ചോണ്ട് പോകും. അവൻ്റെ ഇഷ്ടം നടക്കട്ടെ, ബാക്കി കാര്യമൊക്കെ അവൻ്റെ രീതിക്ക് ചെയ്യട്ടെ. പ്ലാൻ ഇപ്പോഴെന്ന് വെച്ചാൽ അവൾ ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഇവളെയും വിളിച്ചോണ്ട് അവൻ തിരുമലയിൽ നിൽക്കും. തിരുമലയിൽ നിന്ന് അവനെയും വിളിച്ചോണ്ട് നേരെ നീ ഇപ്പോൾ തമ്പാനൂർ പോയ പ്രശ്നമൊന്നുമല്ലേ പറയണം, എങ്കിൽ കൊച്ചുവേളിയിലാക്കി കൊടുക്കും. ഓട്ടോയുടെ പൈസ ഞാൻ തരും, മനസ്സിലായില്ലേ? നീ എത്രയെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഇല്ല, വിളിച്ചില്ല, എടുത്തില്ല. വിളിച്ചു നോക്കാണ്. ചേട്ടാ അവന്റെ അടുത്ത് ചോദിച്ചു നോക്ക് ചേട്ടാ. എന്ത് ചേട്ടാ, എനിക്ക് വീട്ടിൽ ഇപ്പൊ അമ്മ അപ്പുറത്ത് പോയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്നും ഇപ്പൊ തന്നെ ശരിയാവില്ല. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, പ്രശ്നമാവും. അല്ല, പോവാം, വേറെ കുഴപ്പമില്ല. അതല്ല ഇപ്പോഴേ ഈ പുള്ളിക്കാരൻ പറയണെന്ന് വെച്ചല്ലേ, തമ്പാനൂർ പോയി കഴിഞ്ഞാൽ അവിടെ ക്യാമറ കാര്യങ്ങളൊക്കെ. ചേട്ടാ എങ്ങനെയെങ്കിലും, ചേട്ടൻ പ്രേമിച്ചിട്ടുള്ളതല്ലേ, ചേട്ടന് മനസ്സിലാവുന്നില്ലേ? എങ്ങനെയെങ്കിലും ചേട്ടാ. എന്താ ചേട്ടാ? കൊച്ചുവേളിയിലാണെങ്കിൽ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും പോയേ പറ്റും. അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ അപ്പുറത്തെ വീട്ടിൽ കരിവേപ്പില പറിക്കാൻ പോയതാണ് ചേട്ടാ. ഒന്ന് ഞാൻ എന്താ വിളിച്ചു നോക്കട്ടെ ചേട്ടാ ലാസ്റ്റ് ആയിട്ട്. ഹലോ മണി ചേട്ടാ, ചേട്ടൻ എവിടെയാ?
ഇപ്പൊ വരുവോ? ഞാൻ ഇവിടെ നിക്കുകയാണ് ചേട്ടാ. വാ ചേട്ടാ, എന്റെ കയ്യിൽ 25 പവനുണ്ട് ചേട്ടാ. അതുകൊണ്ട് നമുക്ക് പോവാം. വാ ചേട്ടാ. ഇപ്പൊ അമ്മ അപ്പുറത്തെ വീട്ടിലെ കരിവേപ്പില പറിക്കാൻ പോയിരിക്കുകയാണ് ചേട്ടാ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സ്വർണവും കൊണ്ട് മുങ്ങാം. പെട്ടെന്ന് വാ. ഇപ്പൊ എവിടെ നിക്കണ്? എനിക്കിപ്പോ ഒരു ഓട്ട ചേട്ടനെ കിട്ടിയിട്ടുണ്ട്. ആ ചേട്ടന് ഇപ്പൊ എന്നെ കൊണ്ട് എവിടെ ചേട്ടാ? എവിടെ ചേട്ടാ? ആ കൊച്ചു വേളിയില്ല, കൊച്ചു വേളിയിൽ ആക്കി തരാനാണ് പറഞ്ഞിരിക്കണത്. പുള്ളി പാവമാണ്. ഇല്ല ഇല്ല ചേട്ടാ, വേറെ ആരും അറിയരുത് കേട്ടാ. ഈ പൈസയുടെ സ്വർണത്തിന്റെ ഒന്നും അറിയരുത് കേട്ടാ. എപ്പ വരുവോ? എന്റെ പൊന്നും മക്കളെ, എന്റെ അനിയത്തിയുടെ ഇതുകൊണ്ട് ഞാൻ പറയണേ. അവൻ എന്റെ കുഞ്ഞമ്മേരെ മോനാണ്. ഉള്ള കാര്യം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോണതിൽ കുഴപ്പമില്ല. എന്താ പറയാ, നമ്മൾ പറഞ്ഞിട്ട് കൊണ്ടേ നമുക്ക് ഇനി നാളെ ഒരു പേരുദോഷം വരാൻ പാടില്ല. നീ അത് കറക്റ്റ് പറഞ്ഞത്. അവന് ഒരു ജോലിയില്ല. അവൻ ഒരു ജോലിക്കും ഇതുവരെ പോയിട്ടുമില്ല. അവൻ നീ വിളിക്കേണ്ട എപ്പോഴും എന്തിനാണ്, വീട്ടിൽ ഇരിക്കും, ഫോണിൽ ചാറ്റിൽ മാത്രമാണ് അവൻ നമ്പർ 1. അല്ലാതെ അവൻ ജോലിക്ക് പോയ ഈ ചേട്ടന് പറഞ്ഞാൽ മനസ്സിലായി. ചേട്ടന് അറിയാലോ പ്രേമിക്കണം അവരുടെ മനസ്സ്, ഹൃദയം അറിഞ്ഞൂടെ? എനിക്കിപ്പം മണികണ്ഠൻ ചേട്ടൻ, എന്റെ മണിച്ചേട്ടൻ ഇല്ലാതെ ഞാൻ ജീവിക്കൂല. അവന്റെ 10 പൈസ ഇല്ല. അവൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ഇനി എവിടെ, നിങ്ങൾ പ്ലാനിങ് എന്താണ്? അടുത്ത് പോയിട്ട് ലാസ്റ്റ് അത് പ്ലാനിങ് അല്ലേ? മണിച്ചേട്ടനും ചേട്ടനും കൂടി ഒന്ന് സംസാരിച്ച് സെറ്റ് ചെയ്യണം. മണിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ മണിച്ചേട്ടൻ ഇവിടം വരെ ഉള്ളു. ഇത് അനീഷേട്ടൻ എന്നല്ലേ പറഞ്ഞ? ഇവന്റെ പേര് മണി എന്നാണ്. മണിച്ചേട്ടൻ എന്നാ പേര്. പിന്നെ നിങ്ങൾ അനീഷ് എന്ന് പറഞ്ഞ എന്തിന്? തുടക്കത്തിൽ തന്നെ ചേട്ടാ ഇങ്ങനെയാണെങ്കിൽ കൊച്ചു അനീഷ് എന്നാ. ഇവന്റെ പേര് മണികണ്ഠൻ തന്നെ. അത് തന്നെ ഞാൻ പറഞ്ഞ കണ്ടാ എന്ത് മനപ്പൊരുത്ത്, എന്താണ് ഇത്? പൊരുത്തമല്ലേ ഇത്? ദൈവത്തിന്റെ ഒരു ഇതല്ലേ? പറ ചേട്ടൻ തന്നെ പറ. അതിന്റെ വരും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താ ഇന്ന് ഉണ്ടാക്കാൻ നമ്മളെല്ലാം ചെയ്യാം. പക്ഷെ അവർക്ക് ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കും. പൈസ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും. ചേട്ടാ മെയിനായിട്ട് വേണ്ടത് പൈസ ഇപ്പൊ എന്റെ കയ്യില് കണ്ടി ഇതില് 25 പവന്റെ സ്വർണം ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അമ്മ ഉറങ്ങിക്കിടന്നപ്പോ ഞാൻ അടിച്ചു മാറ്റിയാണ്. എന്റെ കല്യാണം 2 ആഴ്ച കഴിഞ്ഞ. ഇനി കുറച്ച് പൈസ ഉണ്ട് ബാഗിന്റെ അകത്ത്. ഇതെല്ലാം കൊണ്ടാണ് പോണത് ചേട്ടാ. ഞാൻ ഒന്നും അറിഞ്ഞൂടാതെ അല്ല പോണത്. ഈ സ്വർണം നിന്റെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ട് നിനക്ക് കല്യാണത്തിന് അതൊക്കെ ശരി തന്നെ ആയിരിക്കും, കഷ്ടപ്പെട്ടതൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ സ്നേഹിക്കുന്നവരെ ഹൃദയം മനസ്സിലാക്കണ്ടേ ചേട്ടാ? മനസ്സിലാക്കുന്ന വെച്ചാൽ അവരിത്രയും നിന കല്യാണത്തിന് 1 മാസമേ ഉള്ളൂന്നാണ് അവൻ എന്റെ അടുത്ത് പറഞ്ഞു. അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? എനിക്ക് എന്റെ മണിച്ചേട്ട ഇല്ലാതെ പറ്റത്തില്ല. നിന്റെ മോളെ കാണിക്കേണ്ട സമയം ഇവിടെ. അതിനേക്കാൾ ഇവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. എനിക്കാണെങ്കിൽ എന്റെ അനിയനായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ വല്ലയിടത്തും വെച്ച് അടിച്ച് കയറി കൊടുക്കും. ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് പ്രശ്നമാകും. പ്രശ്നം വെച്ചാൽ ഇവിടെ വിളിച്ചോണ്ട് വഴിയിൽ നിന്ന് വഴിയിലെന്നല്ല, അവനെ വിളിച്ചിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്ത് വരാൻ പറഞ്ഞു. വിളിച്ചോ, നമ്പർ ഉണ്ടല്ലോ ഞാൻ നേരത്തെ. അവനെ വിളിച്ചു. അപ്പൊ എനിക്ക് പേടി പപ്പ വന്നു കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതാണ് എന്റെ പേടി. ഉറപ്പായിട്ട് ചേട്ടനൊരു കാര്യം ചെയ്യും, ഈ സ്വർണ്ണം ഒന്ന് സൂക്ഷിച്ച് വണ്ടിയില്. ഇല്ല ചേട്ടൻ വെച്ചേരാ, അവിടെ വെച്ചേരാ, ആരും കാണണ്ട, അവിടെ വെച്ചേരാ ചേട്ടൻ വെച്ചേരാ. ചേട്ടനെ എനിക്ക് വിശ്വാസമാണ്. ആ ചേട്ടനാണെങ്കിലേ ഇപ്പൊ കമ്മല് കണ്ടിരുന്നെങ്കിൽ അമ്മോ മമ്മി 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 വരുന്നു. അയ്യോ ഇതുവഴി പോയ പുളിയിറക്കണം. എത്തും ഇതുവഴി പോയ പുളിയിറക്കണം കയറാൻ പറ്റും. നീ എന്താ ഇവിടെ? നീ എവിടെ പോയിരുവാ? എവിടെ പോണു? ഞാൻ എവിടെ പോയി തക്ക നോക്കി ഇറങ്ങി പറ. നിന്റെ ബാഗൊക്കെ എനിക്ക് മണികണ്ഠ ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല മമ്മി. മണികണ്ഠനാ? ഏത് മണികണ്ഠൻ? എന്റെ മണിച്ചേട്ടൻ. ഏത് മണിച്ചേട്ടൻ? ചേട്ടൻ ഇല്ലാതെ ജീവിക്കാൻ ഞാൻ എനിക്ക് പറ്റില്ല. ഇല്ലേ ഞാനിപ്പോ ഈ കുളത്തില് നമ്മള് പുളിയിറക്കണത്ത് പോകാൻ നിന്റെ പേരെന്തുവാ?
മണിയുണ്ട് ചേട്ടനാണ്. ആ മണികണ്ഠനാണ് ഈ മണികണ്ഠൻ. അല്ല അയ്യോ പൊന്നെ എന്നെ എന്തുവാ ഈ പറയുന്നേ? ഞാൻ മണിയണ്ടൊന്നും അല്ല. പിന്നെ ആണോ നിങ്ങൾ പറഞ്ഞു? ഇത് വേറെ മണിയുണ്ട്, ഇത് വേറെ മണിയുണ്ട്, ഇത് നെട്ടേ മണി. അവനാണോടി ഇവൻ? അല്ല എനിക്ക് കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട്. ഞാൻ ഒരു കുടുംബമായിട്ട് ഞാൻ നിന്നോട് കല്യാണം കഴിച്ചാൽ നിനക്ക് കുടുംബമാണെന്ന് ഞാൻ തിരക്കിട്ടില്ല. എനിക്കത് അറിയേണ്ട കാര്യമില്ല. പറഞ്ഞ മനസ്സിലായോ? ഇവന് മണിച്ചേട്ടനോ? ഇവന്റെ പേരെന്താ പറഞ്ഞേ? മണികണ്ഠൻ. അപ്പൊ ഈ മണികണ്ഠൻ അല്ല അത് വേറെ ആരും. നിന്നോട് ഞാൻ ചോദിച്ചോ? നിന്നോട് വല്ല ചോദിച്ചോ ഞാൻ? നീ ഏതാ? ഇവിടെ തന്ത വന്നാലുണ്ടല്ലോ. പപ്പേനോട് പറയില്ല പപ്പ. നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് കാണാൻ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ വളർത്തി വലുതാക്കുന്ന പാടൊന്നുമില്ലേടാ? പാടുണ്ട്. നമ്മളൊന്നും പറയേണ്ട കാര്യം വഴിയെ നിൽക്കുന്നവർക്ക് പറഞ്ഞൊരു കാര്യമുണ്ടോ? വല്ലതും കിടക്കുന്നവരെ കണ്ടേച്ചങ്ങ് ഇറങ്ങി പോകും. വീട്ടുകാർ വളർത്തിയെ കഴിച്ചിട്ട് വഴിയെ നിൽക്കുന്നവരടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടോ? നിങ്ങളെ മക്കളെ കാര്യം നമ്മളടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ടോ? അവിടെ സ്വർണ്ണം ചെയ്യും. അവിടെ ഇരുന്ന് സ്വർണ്ണം ചെയ്ത് എല്ലാം അവിടെ ഒരു 10-15 സ്വർണ്ണമുണ്ട്. എന്ത് ചെയ്ത് സ്വർണ്ണം എന്ത് ചെയ്യുന്നത്? നമുക്ക് അറിഞ്ഞൂടാ. ചേട്ടനോടത്ത് ചേട്ടാ കൂട് ചേട്ടാ, നമുക്ക് വേണ്ട ആ സ്വർണം. എടുക്ക് സ്വർണ്ണം എടുക്ക്. സ്വർണ്ണം എടുക്കടോ. എനിക്ക് അറിഞ്ഞൂടാ. ചേട്ടന്റെ അല്ലേ തന്നത്? ചേട്ടനല്ലേ പറഞ്ഞ ആ ചേട്ടൻ എടുക്കുമെന്ന്, അതുകൊണ്ട് എടുക്കാന്ന്. ആ കമ്മല് നിറയെ പോകുമ്പോഴത്തേക്ക് ഉപദേശമാണ് ആന്റി കൊടുത്തത്. എന്റെ ഈ രീതിയിൽ നല്ല ഉപദേശം. എന്ത് ഉപദേശം കൊടുത്തിയാള്? എന്ത് ഉപദേശം കൊടുത്തെന്ന് പറ. ഇയാളുടെ ഇവിടെ ഇറങ്ങി വരാൻ വരുന്നവരാണ് ഇയാൾ ഉപദേശം കൊടുക്കുന്നത്. പിന്നെ അവള് പറഞ്ഞില്ല അവള് മണിച്ചേട്ടനില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്. നിന്റെ പേര് മണിച്ചേട്ടൻ മണികണ്ഠനാന്ന് പറയുന്നത്. ആ നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരാള് അവക്ക് എന്ത് ഉപദേശം കൊടുത്തെന്നാ പറഞ്ഞേ? ചേച്ചി നമ്മള് സത്യമായിട്ട് വഴി പോകാൻ വേണ്ടി വന്നേ. ഇവന് ഞാനും നമ്മൾ ഓട്ടം പോകാൻ വേണ്ടി വന്നു. ഗൂഗിൾ മാപ്പ് കാര്യം പറഞ്ഞോളൂ. ചുമ്മാ എനിക്ക് മണിയുണ്ട് മണിച്ചേട്ടൻ. എല്ലാവരും കെട്ടിറങ്ങി 2 ആഴ്ച കൊണ്ട് അറിയാടാ. നീ ആട്ടം കൊണ്ട് കൊണ്ടുപോകണോടാ? അതെല്ലാം പരണ്ടായി കൊത്തി. നീ അവിടെ കാര്യം പറയാം. നിങ്ങൾ വിളിക്കുന്ന ആളെ പറഞ്ഞു കത്താക്കിയിട്ടാണ് കാര്യം അറിയാം. ഉള്ള ഉരുപ്പടി എത്ര 50 രൂപ ചേട്ടാ മണിച്ചേട്ട സ്വർണ്ണം എടുത്തു കൊടുത്തേ. എന്റെ ഏതാണ്ട് ആട്ടയ്ക്കകത്ത് കൊണ്ടുവച്ച് എന്നെ ഓട്ടം വിളിച്ചാണ്. ആരും ഓട്ടം വിളിച്ചത്? അതുകൊണ്ട് ആ വന്ന പയ്യൻ അവിടെ ഓടിയുണ്ടോ? ഞാൻ വാച്ച് വെച്ച് ഇതും കൊണ്ട് പോവേണ്ടെന്ന് പറഞ്ഞ് ഉപദേശിച്ചതാണ് എന്റെ അമ്മ. എന്റെ അമ്മ ഞാൻ ഉപദേശിച്ചതാണ്. ഞാൻ ഓട്ടം വന്ന ഞാൻ ഇങ്ങനെ ഒരു കേസ് അറിയുന്നുണ്ട്. സംഭവം അറിയുന്നുണ്ട്. സംഭവം അറിയാൻ ഞാൻ ഉപദേശിച്ചാണ്. അല്ലാതെ ഞാൻ ഒരു തെറ്റില്ല. എന്നെ ഓട്ടം വിളിച്ചാണ്. ആ പയ്യന് ഓട്ടം ഓട്ടം എന്റെ അടുത്ത് പറഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ വരെ ഒരു ഓട്ടം പോണം ബാ. എന്റെ അനിയൻ വരുമെന്ന് പറഞ്ഞു എന്നെ ഓട്ടം. നീ എവിടെ ഉള്ളാ? ഞാൻ ഇവിടെ ഫോൺ പിടിച്ചോ? മലമുകളിലുള്ളത്. മലമുകളിലുള്ളത്. നീ എന്തിനാ നിന്റെ പേരെന്തര്? എന്റെ പേര് മണികണ്ഠൻ. നീ മറ്റേ നിന്റെ ഫോണിൽ കിടക്കണ പേരെന്തര്? എന്റെ നമ്പർ വേണമെങ്കിൽ നിങ്ങൾ എടുത്ത് വിളിച്ചു നോക്ക്. എന്റെ നമ്പറാണോ അല്ലേ എന്ന് വിളിച്ചു നോക്ക്. നീയാണോ അപ്പൊ മണിച്ചേട്ടൻ അല്ലേ? അല്ല ചേട്ടാ, അല്ല ഞാനല്ല. എടാ അവളെ കല്യാണം എല്ലാം നിശ്ചയിച്ച് ഇനി 1 മാസം കഷ്ടിച്ചേ ഉള്ളൂ. നീ അതിനിടയ്ക്ക് പൊക്കിക്കൊണ്ടോ? നീ ഈ ഉരുപ്പടി എല്ലാം കൂടെ നീ വാങ്ങിച്ച് കയ്യിൽ വെച്ചാണ്ടാ? ഉരുപ്പടി വാങ്ങിച്ചല്ല. ഇത് ഉരുപ്പടിയും കൊണ്ട് നഷ്ടപ്പെടാൻ, നിങ്ങളെ മോളെ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. ഞാൻ ഇല്ലെങ്കിൽ എനിക്ക് ആട്ട എടുത്തോണ്ട് പൊക്കൂടെ? എന്റെ മോള് ഉരുപ്പടിയും കൊണ്ട് ഒരിടം പോകാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഈ വണ്ടി പിടിച്ച് ഞാൻ ഈ ഗ്യാസ് ഇറങ്ങിയപ്പോ ഞാൻ പോകാതെ നിന്നതാണ്. ഇല്ലെങ്കിൽ എനിക്ക് വണ്ടിയും കൊണ്ട് കയറ്റി കൊണ്ട് പോയിക്കൂടെ? അല്ല അങ്ങനെ കൊണ്ടുപോയല്ലേ നീ വന്നത്? അല്ല നിന്റെ പേര് മണികണ്ഠൻ തന്നെ. എനിക്ക് ഓട്ടം വിളിച്ചു വന്ന നിന്റെ പേര് മണികണ്ഠൻ തന്നെ. ഓ
അവള് ഫോണിൽ കിടന്ന മണിയണ്ട തന്നെ എന്റെ ഫോണിൽ എടാ നിനക്ക് ഞാൻ പറയട്ടെ എന്റെ ഫോൺ വെച്ച് വിളിച്ചു ചോദിക്കാം. എടാ ഒരു അച്ഛനും അമ്മയും കൂടെ ഒരു കൊച്ചിനെ വളർത്തി ഇത്രയും പരുവാക്കി കല്യാണപ്രായം കല്യാണത്തിനെല്ലാം നിശ്ചയിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് സർവത്ര എണ്ണത്തിനെയും വിളിച്ചു. എനിക്കൊരു ഭാര്യ ഒരു 1.5 വയസ്സായി. എന്നിട്ടാണ് നീ ഈ പരിപാടി കാണിക്കുന്നത്? 1.5 വയസ്സായി കൊച്ചുള്ളതാണ്. എനിക്ക് എന്നെ ഓട്ടം വിളിച്ച് വന്നതാണ്. എന്ത് ഓട്ടം? നീ എന്നാ എന്റെ മോളെ കൂടെ ഒളിച്ചോടാനാണ് നിന്റെ ഓട്ടം? എന്റെ അടുത്ത് ഇത് ഒളിച്ചോടുന്ന കേസ് പറഞ്ഞില്ല. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞ ഒരു ഓട്ടം വിളിച്ചാരാണ്? ഇപ്പൊ ഓടിപ്പോയ പയ്യനാണ്. ആരടി ഓടി? എന്നെ ഞാൻ കണ്ടിട്ട് മനസ്സിലായില്ല. വീട് വരാണെങ്കിൽ കാണിച്ചു തരാം. അവനാണ് എന്നെ. അല്ലല്ല എല്ലാവരും എന്തായാലും വണ്ടിയും പോലീസൊക്കെ വരട്ടെ എന്നിട്ടൊക്കെ പോയാ വന്നിട്ട് വണ്ടി വരാം. ഇതും കൊണ്ട് ഒരിടം പോവാതിരിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച വണ്ടിക്കകത്ത് അതല്ലല്ലോ മേടിച്ചു വെച്ചപ്പോ നീ ആളാരാ വെച്ചോടി പോലീസ് വാങ്ങിച്ചു വെച്ചത്. എനിക്കില്ലെങ്കിൽ വന്ന ഉടനെ വിളിച്ചോണ്ട് അങ്ങ് പൊക്കി വിടുന്ന. എന്റെ എന്നില്ല ഞാൻ പറയട്ടെ, എന്റെ അടുത്ത് പറഞ്ഞ കല്യാണമായി 1 മാസം കൂടെ കല്യാണമുള്ളൂ. അത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു ഇല്ല. ഞാൻ പറഞ്ഞ എന്ത് കഷ്ടപ്പെട്ടെന്ന് അറിയാമോ നിങ്ങൾ? അറിയാലോ ഒരു അച്ഛനും അമ്മയും എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു കൊച്ചിന് ഇത്രയും ഉരുപ്പടി ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നെ ഓട്ടം വിളിച്ചല്ലേ? അവന്റെ കൂടെ ഇറങ്ങി പോകുന്നതിന് ഇവൻ ഉപദേശിച്ചിരുന്ന അവളെ. ഇപ്പൊ ഇവൻ ആള് മോശക്കാരൻ. എന്റെ കൂടെ അല്ല. നിന്റെ പേര് എന്റെ അമ്മ സത്യമായിട്ട് എന്റെ കൂടെ ഇറങ്ങി വരാനല്ല. എന്നെ ഓട്ടം ആ പയ്യൻ എന്നെ ഓട്ടം വിളിച്ചോണ്ട് വന്നതാണ്. ഏത് പയ്യൻ? എന്നിട്ട് ഈ ഓട്ടം വിളിച്ച പയ്യൻ എന്തിയുടെ? ആ പയ്യൻ തന്നെ ഇപ്പൊ ഓടിപ്പോയത്. ആരാണ്? ഇവിടെ ഉള്ളത് കുണ്ടളം കടവിന്റെ അവിടെ നിന്ന് ഓട്ടം വിളിച്ചത്. ഇനി അവനാണ് വിളിച്ചോണ്ട് പോണോ നീയാണ് വിളിച്ചോണ്ട് പോണോ ഇവിടെ? അതെനിക്കറിയാം. ഇവിടെ അത് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ തുടങ്ങി സ്റ്റേഷൻ വരെ റെയിൽവേ സ്റ്റേഷൻ വരെ പോകണം. അപ്പൊ നിങ്ങൾ സ്റ്റേഷനിൽ വെച്ച് എഴുതി ഒപ്പിടാൻ പോയതാ? ടേസ്റ്റ് ചെയ്യാൻ പോയാ? ഞാനല്ല വിളിച്ചോണ്ട്. നീയല്ലേ ഇപ്പൊ പറഞ്ഞ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞെന്ന്? ഞാൻ വിളിച്ചത് ഓട്ടം പോകാൻ വേണ്ടി വിളിച്ചു. തമ്പാൻ സ്റ്റേഷനിലാത്താ? ഓ നിന്റെ സ്റ്റേഷനില് ഓട്ടം പോണെന്ന് പറഞ്ഞാൽ എന്നെ ആട്ടം ബസ് സ്റ്റാൻഡിലോ? ഓ എന്തിനാടി ബസ് സ്റ്റാൻഡില് പോവാനാ? എവിടെ പോണോ? എവിടെ പോകാൻ പോണോ? മണിയുണ്ട് ആരടി ശരിക്കും? ഇതാ അവനാണോ? കാര്യം പറയുന്നത് എനിക്കൊരു കൊച്ചുണ്ട്. അല്ലാതെ എനിക്ക് ഈ ഇതിൽ കിടന്ന് തൂങ്ങാനൊന്നും വയ്യ. കൊച്ചു വെളിയിൽ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു. ആ പയ്യനാണ് പറയാ കൊച്ചു വെളിയിൽ പോവാന്ന്. ഏത് പയ്യൻ? ഇപ്പൊ ഓടിപ്പോയ. എനിക്ക് ഇങ്ങനത്തെ നീ ഇവിടെ ഇത്രയും ഉരുപ്പടി ഉണ്ടെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? എന്റെ കയ്യിലെടുത്ത അതല്ല അവള് നേരത്തെ ഇത് കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരുന്നത് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്ക് അറിഞ്ഞൂടെ ഇരുന്ന്. പിന്നെ നീ ഉരുപ്പടി വാങ്ങിച്ചു നിന്റെ പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരുന്നില്ലേ? ഞാൻ പെട്ടിക്കകത്ത് അവിടെ തന്നെ വെച്ചിരുന്നത്. അത് വണ്ടിക്കകത്ത് സേഫ് ആയിട്ടാണ് താൻ എടുത്ത് വെച്ചിരുന്നേ? ഇവിടെ തന്നെ വെച്ചിരുന്നത്. അടി എത്ര വേണ്ടി ഉരുപ്പടി ഉണ്ട് ഇപ്പം? എല്ലാം കൂടെ 25 വരും. ബാക്കി ഞാൻ വേറെ എടുത്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ അതോടെ കണ്ടെങ്കിൽ അടിച്ചോണ്ട് പോയേനെ. പോയവള് കേട്ടാ. വഴിയെ പോയി ഓട്ടം വിളിച്ച് ഞാനാണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് ഇരയാവണത്. എന്തരയാവണ്? ഞങ്ങൾ കണ്ടില്ല. ഇപ്പൊ എവിടെ ബാംഗ്ലൂർ എത്തിയല്ലേ? ഒരാളെ എത്തൂലായിരുന്നു. പിന്നെ എനിക്ക് എപ്പോഴേ വന്നപ്പോ കൊണ്ടുപോയിക്കൂടെ? നിനക്ക് ഈ ആട്ടൊക്കെ എടുത്ത് ഇവിടെ കളഞ്ഞിട്ട് പോലെ അതിനുള്ള ഉരുപ്പടിയും കാര്യങ്ങളും ഉണ്ടല്ലോ. ആട്ടെന്തിരി കളഞ്ഞത് എന്റെ ഉപജീവന മാർഗമാണ്. അതെ എനക്കാലും പൈസ കയ്യിലുണ്ടല്ലോ അവളേല്. അങ്ങനെ പാസ്ബുക്ക് എടുത്തോണ്ട് പോയാടി? എടുത്താ അങ്ങനെ ഒരു ഇതില് കാര്യം പറഞ്ഞോടെ ഞാൻ പറയുന്നത് എനിക്കൊരു കുടുംബം ഒരു കൊച്ചുണ്ട്. 1.5 വയസ്സായ കൊച്ചാണ്. ഇവിടെ നീങ്ങലടി അടുത്ത് കൂടെ നെല്ലടി. ഒരു പെൺകൊച്ചാണ് എനിക്കുള്ളത്. ഇവള് വീട്ടിലെ കൂടും കുടുക്കൊക്കെ മൊത്തം എടുത്തിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഇനിയോടെ തപ്പണ ഇനി വല്ലോ. ഞാൻ പറഞ്ഞ നോക്കോളാൻ പറഞ്ഞ ഞാനേ 2 ദിവസം കിടന്ന് പരിങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ നോക്കോളാൻ പറഞ്ഞ. ഞാൻ അറിഞ്ഞോ ഇത്? ഞാൻ അറിഞ്ഞോ ഇവ കാരകളിൽ പ്രേമം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞോ? അറിഞ്ഞോ? ഇത്ര ഇപ്പൊ ആൾക്കാരൊക്കെ വിളിച്ച് ഇത്ര കൂട്ടിയില്ലേ? ഇനി 1 മാസം. അതെ നിങ്ങൾക്കും ആവശ്യമാ. എന്റെ മോള് അടയ്ക്ക ഇത്രയേ ഉള്ളെന്ന് പറഞ്ഞു വെച്ചോണ്ടിരുന്ന അടയ്ക്ക ഇപ്പൊ എന്തായി? വലിയ കമുവാവും ആരെങ്കിലും ആണോ? ഓ അതൊക്കെ ചിന്തിക്കണം. ഇതേപോലെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ഞാൻ കറിവേപ്പില മേടിക്കാൻ പോയി ഇവള് എപ്പോഴും ഒരുങ്ങിക്കുന്നപ്പോ ഞാൻ കരുതുന്നറിയാവോ? ഞാൻ എവിടെ പോയി ഒരു കടി കടയിൽ പോരാന്നോ? കുണ്ടങ്ങളോടെ അവിടെ ഒരു ഓട്ടം കൊണ്ട് ഇറങ്ങിയപ്പം ഒരു പയ്യൻ ആട്ടയിൽ ഒന്ന് കൈ കാണിച്ച് ഇറങ്ങി. ആ പയ്യന്റെ പേരെന്താടാ? ആ പയ്യൻ അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടെ. അവനെ നിനക്ക് അറിഞ്ഞൂടെ? ഇല്ല. എല്ലാവന്മാരും ഇങ്ങനെ ആയ എന്തരേ? അവനെ നിനക്ക് അറിഞ്ഞൂടെ? ഓട്ടം ഒന്നും ലോജിക്കല്ലേ? ആ സ്റ്റേഷനിൽ വിളിക്കണല്ല നിന്നെ ഇന്ന് ഇത് കൊള്ളാല്ല. നീ വേണ്ട നിനക്ക് പറയാനുള്ള അടുത്ത് പറയാം. ഞാൻ ഇപ്പം വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇവിടെ കാണത്തുള്ളൂ. ഞാൻ 2 പിള്ളേരൊക്കെ വരും. നീ ഇരിക്കാനൊക്കെ അടുത്ത് അവിടെ നില്ല്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടവനെ പിടിക്കും. നിന്റെ പേര് മണികണ്ഠനല്ലോ. ഈ മണികണ്ഠൻ എന്ന് പറഞ്ഞാൽ നീ ഈ ഓട്ടം ഓടി അവക്ക് അതിനേക്കാളും ഗവൺമെന്റ് ഒരു ജോലിക്കാരനാണ് ഒപ്പിച്ചു കൊടുത്തത്. നീ എന്തൊരു ഒലക്കാടാ ഈ ഓട്ടം ഓടി അവക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്റെ കൂടെ അല്ല. ഇത്തിരി പറഞ്ഞു കോട് പറയണ മനസ്സിലാവണം. എനിക്കൊരു കൊച്ചുണ്ട്. 1.5 വയസ്സായി കൊച്ചൊരു ഭാര്യയുണ്ട്. പറഞ്ഞു കോട്. ചുമ്മാ എന്നെയും കൂടെ ഇരയാക്കല്ലേ.
നീ സത്യം പറഞ്ഞോട്. ഈ മണികണ്ഠനാണോ ഈ മണിച്ചേട്ടനാണോ നിന്റെ മണിച്ചേട്ടൻ? ഇവിടെ അതപ്പോ കൊഞ്ച് കഴിഞ്ഞ് എനിക്ക് മണിച്ചേട്ടൻ ജീവിക്കും, അല്ലെങ്കിൽ അവൾ കല്യാണം തിരഞ്ഞെടുത്ത സ്ഥലം നോക്ക്. മെയിൻ റോഡിൽ നിന്ന് മാറി ഇത്രയും ഉള്ളിലോട്ട് നീ എവിടെ പോണു? ഞാൻ അവരോട് ഓടിയാ നിന്റെ ഊപ്പോട് വരുവേ. ഞാൻ ഓടണം എന്തിനാണ്? ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ നീ അവിടെ നിൽക്കണ്ട, നീ ഇവിടെ നില്ല്, അവിടെ നില്ല്. നീ തള്ളിയിട്ട് ഓടാനുള്ള പരിപാടിയാണ്. ഒന്ന് പാവം പോലെ നിക്കുന്നു. ഞാൻ ഇതില് തെറ്റുകാരനല്ല. എന്നെ ഓട്ടം, എന്റെ വണ്ടി ഓട്ടം. ഇയാള് പറയണത് ഫുള്ള് കള്ളവാ. ഒരുത്തൻ സകല കാര്യങ്ങളും പറഞ്ഞ ഒരുത്തൻ കെട്ടാൻ തയ്യാറായി അവന് ഉള്ള പൈസകളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന നീ ഈസി ആയിട്ട് അടിച്ചോണ്ട് പോകാൻ നോക്കിയില്ലടാ. ദൈവം സത്യമായിട്ടും ഞാനല്ല, എന്നെ ഓട്ടം വിളിച്ചാണ്. എവിടെ പോകാൻ? എന്റെ അടുത്ത് ഇറങ്ങി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. ആരെ കൊണ്ടുപോകാൻ? ഒരു പയ്യൻ വരും. അപ്പൊ തന്നെ നിനക്ക് കാര്യം മനസ്സിലായല്ലോ. പയ്യൻ വരും, അവനെ കയറ്റി കൊണ്ടുപോകണം. പയ്യന്റെ കൂടെ ആരുണ്ടാവും? എന്നിട്ടാണ് ഈ പെങ്കൊച്ചി ഇവിടെ നിന്ന് നടന്നു വന്നത്. എന്റെ അടുത്ത് പറഞ്ഞു പെങ്കൊച്ചു പറഞ്ഞു ആ കൊച്ചിനെ ഇവിടെ കയറ്റണം. ഞാൻ എന്നിട്ട് ചോദിച്ചു കാര്യം എന്തരും. അപ്പൊ ഇവിടെ നടന്നു വന്നപ്പം അങ്ങനെ കാര്യം പറയും, ഇത് ഒളിച്ചോടല്ല, ആ പയ്യന് ജോലിയില്ല, ഒന്നുമില്ല, ഒളിച്ചോടാൻ നിൽക്കരുത്, വീട്ടിൽ ഇതേപോലെ നിങ്ങൾ കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുകയല്ലേ എന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അന്നേരം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ഇതെടുത്ത് കൈ തന്നത്. ഇതെടുത്ത് കൈ തന്നിട്ട് വെച്ചിട്ട് അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചെന്നറിയാമോ, ഇതും കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല. നീ അപ്പൊ പോലീസ് സ്റ്റേഷനിൽ വിളിക്കാത്തല്ലേ? നീ അത്ര നീ ന്യായം പറയണമെന്നാണെങ്കിൽ, നീ നല്ല മാന്യനാണെങ്കിൽ നീ ആ പോലീസിനെ വിളിച്ച് നീ ഇപ്പോഴും ആ സ്പോട്ടിൽ ഇത് വെച്ചിട്ട് ആൾക്കാരുണ്ട് വിളിച്ച് പറഞ്ഞ എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കായിരുന്നല്ലോ. ഞങ്ങൾ വിശ്വസിച്ചേനെ. നീ അത് ചെയ്തോ? നീ ചെയ്യേണ്ട കാര്യം അതായിരുന്നു, ആണോ അല്ലേ? നീ ചെയ്തോ അത്? ആ, അങ്ങനെ തെറ്റി പറ്റരുത്. ഇങ്ങനെ വന്ന് ഒളിച്ചോടാനൊക്കെ വന്ന് ചാടുമ്പോഴേ പരിസരത്ത് ആരെങ്കിലും ഉണ്ട് അവരെ കൂടെ വിളിച്ചു നിർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ പിടിച്ചേൽപ്പിക്കണം. എന്നിട്ട് പോലീസിനെ അറിയിക്കണം. മനസ്സിലായ? അപ്പൊ നമ്മൾ പെടത്തില്ല. മനസ്സിലായ? ഇതിപ്പോ മണികണ്ഠനും ആ മണികണ്ഠനും ഈ മണികണ്ഠനും എല്ലാം ഒന്ന്. എന്ത് ചെയ്യും? ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഞാനല്ല ഫോൺ വാങ്ങിച്ച് നിങ്ങൾ എന്ത് ചെയ്യും ചേട്ടാ? ഒന്നും ചെയ്യണ്ട. സഹോദരന്മാർ വിളിക്കാറ് ഇവന്റെ നെഞ്ചാമുടിയൊക്കെ ഇടിച്ച് അമ്മര് പൊത്തിടും. എനിക്കറിയാം. അത്ര കഷ്ടപ്പെട്ടാണ് ഇത്രയും ഉരുപ്പടി ഉണ്ടാക്കി അമ്മാര്. രാത്രിയൊക്കെ കിടന്ന് ഓടിയാണ് എന്റെ വീട്. നിനക്കത് അറിയാറുന്നല്ലോ, എന്നിട്ടാണ് ഇങ്ങനെ ഒരു പെങ്കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോണത്. ഞാൻ ഇത് അറിയണില്ല, എന്നെ ഓട്ടം വിളിച്ച മണിയണ്ണ നീ തന്നെയാടാ. ഇതിലെ മണിയണ്ട ഞാനല്ല. ഇതിലെ മണിയണ്ണല്ല, നീ മണിയണ്ണ തന്നെ. എന്റെ പേര് നീ മണിയണ്ണ തന്നെയല്ലോ. എങ്കിൽ ഇതിലെ കഥാപാത്രം നീ തന്നെ അല്ലെന്ന്. ആണെന്ന് നിങ്ങൾ എന്റെ തലയിൽ അടിച്ചു നോക്കണല്ല. നീ ഒന്നാമത് ഇത്രയും ഉരുപ്പടി ഇതൊക്കെ കാണിച്ചപ്പോ ഇവിടെ വന്ന ഒരു പെങ്കൊച്ചുണ്ടെന്ന് പറഞ്ഞപ്പോ നീ അപ്പം പറ്റൂല എന്ന് പറഞ്ഞ് നീ പോണം. ഉരുപ്പടി കാണിച്ചെന്ന് പറഞ്ഞാൽ പിന്നെയാണ് ഒന്ന് ഉരുപ്പടി നീ കൈ കൊണ്ട് വാങ്ങിച്ച് അകത്ത് എടുത്ത് വെച്ച്. അത് രണ്ട്, അവള് ഇന്നലെ ബാങ്കിൽ നിന്ന് വലിച്ച പൈസ എല്ലാം കൂടെ വാങ്ങിച്ച് നീ അങ്ങ് ഉള്ളേ വച്ച്. ഞാൻ ഒന്നും വെച്ചിട്ടില്ല. നിങ്ങൾ ബാഗ് തുറന്ന് നോക്കി, ഞാൻ ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല. ഞാൻ എന്റെ വണ്ടി ഓടിയ ഈ പൈസ മാത്രം എന്റെ കയ്യിലുണ്ട്. ഇത് അവർക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ, ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഓട്ടം വിളിച്ചാണ്. എടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ ആര് പറയുന്ന വിശ്വസിക്കണം? ഇയാള് പറയുന്ന വിശ്വസിക്കണം, ഇവള് പറയുന്ന വിശ്വസിക്കണം. നമ്മൾ ആര് പറയുന്ന? നിങ്ങൾ രണ്ടുപേരും കള്ളവാ പറയുന്നത്. ഞാനല്ല. ഈ മണികണ്ഠൻ തന്നെ ആ മണികണ്ഠൻ. നിങ്ങൾ ഇങ്ങനെ വന്നാണ്. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. അവര് കൊണ്ടുപോയി കൊച്ചിനെ കൊണ്ടുപോയില്ല. കള്ളം പറയണടാ. അത് വിളിച്ചോണ്ടാ. അണ്ണാ നിങ്ങൾ വേണ്ട. നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഓട്ടം വിളിച്ചിട്ട് എന്നെ ഇതിന്റെ ഇടയിൽ ഇട്ടിട്ട് എന്തിനാ പോയത്? നിങ്ങൾ എന്നെ എന്തിനാ ഇതിന്റെ ഇടയിൽ ഇട്ടിരിക്കണത്? എന്നെ ഓട്ടം വിളിച്ചിട്ട് എന്താണ്? എനിക്ക് നിങ്ങൾക്കറിയാലോ എനിക്കൊരു കുടുംബം ഉള്ളത്. ഓട്ടം വിളിച്ചിട്ട് എന്തിനാ കാണിക്കണത്? നിങ്ങളിങ്ങ വാ. അവന്റെ മുമ്പ് വെച്ച് നീ അവനാണ് നിന്നെ ഓട്ടം പിടിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം. മടിയണ്ട ആരാണെന്നും അറിയണം. ഇതാണോ? നീ ഇവനെ അറിയോ? നിങ്ങൾ കള്ളത്തനം പറയലും അണ്ണ സത്യം പറ. എന്നെ ഓട്ടം വിളിച്ച് വരുത്തിട്ട് നിങ്ങൾ എന്ത് രോഗമാണത്? നിങ്ങൾ സത്യം പറ. കാര്യം പറഞ്ഞോട്. അണ്ണാ സത്യമായിട്ട് ഇതൊരു പ്രശ്നമായ വിധിയായിരിക്കും നിങ്ങളത്. നിങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോയപ്പോ നിങ്ങൾ അറിഞ്ഞില്ലേ? നിങ്ങൾ കണ്ടല്ലോ, ആളെ കണ്ടല്ലോ.
ആളെ കണ്ടല്ലേ, ഞാൻ ഒരിടം ഓടില്ല, എനിക്ക് ഓടേണ്ട ആവശ്യമില്ല. എന്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, എന്റെ വീട് കണ്ട എനിക്കറിയണ്ട, ഞാൻ ഇവരെ കണ്ടോണ്ട് തിന്നത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ആണാ കള്ളത്തിനും പറയാലോ. നിങ്ങളെ മോനെ കൊണ്ട് സത്യമായിട്ടാണ് അറിഞ്ഞൂടാന്ന് സത്യമായിട്ടാണ്. നീ എന്ത് ഇവിടെ നിക്കണ? ആണാ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാകല്. എന്നെ ഓട്ടം വിളിച്ച് വരുത്തിയിട്ട് എന്നെ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇട്ട് വലിക്കുകയാണ്. അല്ല നീ എന്ത് ഇവിടെ നിക്കണേ? ഞാൻ തന്റെ അപ്പുറം വരെ വന്നേടാ. എവിടാ നിങ്ങൾ കുറെ നേരം അപ്പുറം ഇപ്പുറം എന്ന് പറയാണ്. നേരത്തെ ഇവിടെ വന്നപ്പോ ഇതിന് വേണ്ടി വിളിച്ചോണ്ട് വന്നിട്ട് എന്റെ അടുത്ത് പറയാണ്, നിങ്ങൾ വന്നപ്പോ പറയാണ് എവിടെ പോണെന്ന് ചോദിച്ചത്. എവിടെ പോണെന്ന് പറഞ്ഞത് സ്ഥലപ്പേര് പറയുന്നു കേട്ടവര്. എടാ മൊത്തം ഉടായിപ്പോന്ന് കേട്ടോ നിങ്ങള്. നിങ്ങൾ ഒരുമാതിരി തെണ്ടി തന്നെ കാണിക്കല്ലേ, കേട്ടല്ല. നിങ്ങൾ ഉള്ള കാര്യം പറഞ്ഞോട്. ആവശ്യമില്ലാതെ എന്റെ വീട്ടിൽ എന്റെ കുടുംബത്താരെന്ന് ഞാൻ അറിയാല്ല. ഞാൻ ഒരിടം പോകില്ല, ഞാൻ ഓടിക്കളഞ്ഞ ഞാൻ ഓടേ ഇല്ല. കാരണം ഞാൻ ഇതില് തെറ്റുകാരനല്ല. പിന്നെ തെറ്റുകാരൻ ആരെന്ന് പറയണേ ഞങ്ങൾക്ക് അറിയണമല്ലോ ആരാണ് മണിയുണ്ട്. നിന്റെ പേര് മണിയുണ്ടല്ലേ? നിങ്ങൾ അനിയ ഞാൻ ഒരുത്തുണ്ടല്ലോ മണിയുണ്ടെന്ന് പറഞ്ഞോളൂ. എനിക്ക് മണിയുണ്ടെന്ന് മണിയുണ്ടല്ലോ. നീ എന്താണ് സ്വപ്നം കാണുന്നത്? നീ സ്വപ്നം കാണാൻ നിങ്ങളെന്ത് എന്നെ കുരുക്കാൻ വേണ്ടി വന്നതാണ് ഓട്ടം വിളിച്ചോണ്ട് വന്നത്? നിങ്ങൾ ശരിക്കുള്ള കാര്യം പറയൂ. എന്റെ ശരിക്കുള്ള പേരെന്താണ്? എന്റെ ശരിക്കുള്ള പേര് സുധി. അതെങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കും? അതാണ്ട് എന്റെ ആധാർ. ആധാറൊക്കെ പോയേ. എന്നെ കുറച്ച് നെയിം ഇത് സുധി. ഇത് നീ എന്നെ? ഇത് ഞാൻ തന്നെ. ആന്ധ്ര ഫോട്ടോ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് നേരത്തെ എടുത്ത ഫോട്ടോ. എന്റെ ഫുൾ അഡ്രസ് ഉണ്ട്. അല്ലാതെ എനിക്ക് കള്ളത്തനം പറയാണ്ട് ഒരാവശ്യമില്ല. ഓട്ടം വന്നേടാ മണിയുണ്ടോ? നിങ്ങൾ ഓട്ടം വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ഇപ്പൊ പോലീസ് വരും. പോലീസ് വരുമ്പോ ഞാൻ പോലീസല്ല, ആദ്യം ഇവിടെ സഹോദരന്മാർ 2-3 വരും. എല്ലാവന്റെ നെഞ്ചിൽ നിന്ന് ഇടിച്ച് പൊത്ത്. നിങ്ങൾക്ക് എന്നെ അറിയാലോ. ആർക്ക്? നീ ആരാ? അത് നീ ആരാ? ചുമ്മാ എന്റെ അടുത്ത് അറിയാന്ന് ഇടി കിട്ടുമെന്ന് പറഞ്ഞപ്പോ എന്റെ ഞാൻ ഓട്ടിക്കുന്ന ഏറും വണ്ടി സത്യമായിട്ട് എന്നെ ഓട്ടം വിളിച്ചാണ്. മണിയുണ്ടാ? എന്നിട്ട് എന്നെ ഇതിന്റെ ഇടയിലിട്ട് മണിയുണ്ടാ? എവിടെ സത്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ എന്ത് ജീവൻ തകർക്കണത്? സത്യം പറയടി. മണിയണ്ടേ? ഇവനാണ് അവൻ. 1.5 വയസ്സ് എനിക്കൊരു മോളുള്ള. അവനാണ് ഇവൻ. നിങ്ങൾ അന്ന് ആവശ്യം ചിരിച്ചിട്ട് ഒരുമാതിരി ഇത് കാണിക്കല്ലേ. ഞാൻ ഒരു കള്ളത്തിനും പറയല്ല. നീ കള്ളത്തരമൊന്നും പറഞ്ഞല്ല. പക്ഷെ ഇങ്ങനെയുള്ള കുരുക്കളിൽ നീ ചെന്ന് ചാടരുത്. പിന്നെ ഞാൻ വെറുതെ വിടെയാണ്. പറഞ്ഞു മനസ്സിലായ? ഓട്ടം പിടിക്കുമ്പോ ഇവനെ നിനക്ക് അറിയാമോ? വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് അവൻ പറഞ്ഞു ഇവിടെ വെച്ച് പറഞ്ഞ് ഒരു പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ഒളിച്ചോടണം. നീ എന്തിനു നിന്ന്? എന്റെ അടുത്ത് അങ്ങനെയല്ല പറഞ്ഞത്. എന്റെ അടുത്ത് പറഞ്ഞ ഒരു പയ്യ ഉണ്ട്, അവനെ ഇത്തിരി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ആക്കി കൊടുക്കണം. അപ്പോഴാണ് പെങ്കൊച്ചു കൂടെ വന്ന് ഉരുപ്പടിയൊക്കെ വാങ്ങി ഇതേപോലെ വയ്ക്കാമോ നിനക്ക്? വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത് തെറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതും കൊണ്ട് ഒരിടം പോകണ്ട. ഇപ്പൊ ഞാൻ കയറ്റി കൊണ്ട് പോയില്ല, നീ റോട്ടിൽ കയറി വേറെ വണ്ടി കയറി പോയാലോ? അത് നീ സങ്കടപ്പെടേണ്ട കാര്യം. ആരെങ്കിലും കൊണ്ടുപോട്ടെന്ന് വിചാരിക്കണം. നീ എന്തിനാ ചാടിയത്? സേഫ് ആക്കിയാണോ? സുധി, ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്. മനസ്സിലായ? ഇതേപോലെ കുരുക്കുകളിൽ ചെന്ന് ചാടി കൊടുക്കരുത്. മനസ്സിലായ? ശരിക്കുള്ള കേസാണെങ്കിൽ നീ ഇന്ന് എവിടെ കിടക്കും ഒന്ന് ആലോചിക്കണം. ഇത്രയും കേസിൽ ചെന്ന് നീ ചാടിയിരുന്നെങ്കിൽ നീ എവിടെ പോകുവായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം ഞാൻ ഓട്ടോ ഓടിയാൽ ഒരിക്കലും ഇങ്ങനെ ഉരുപ്പടി കാര്യങ്ങളൊന്നും മേടിച്ച് വെക്കരുത്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ പുതിയൊരു ആർട്ടിസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പേര് ഷിംന ഷംന എന്നാണ്. പിന്നെ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണ് ആള്. അപ്പോൾ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങും. ആദ്യമായിട്ട് ബിഗ് പ്രാങ്ക്സിന്റെ ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസൺ ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കോണം വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം.